നമസ്കാരം. ഗാസ ആക്രമണത്തിൽ നയതന്ത്ര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ടു. മാനുഷിക പരിഗണന വെച്ച് ഗാസയിൽ ഉടൻ വെടിനിർത്തണമെന്ന് ഇസ്രായേലിനോട് ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭ ആവശ്യപ്പെട്ടു. പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചു. ജനങ്ങളെ വകതിരിവില്ലാതെ ബോംബിട്ട് കൊല്ലുന്നത് ഇസ്രായേലിനുള്ള രാജ്യാന്തര പിന്തുണ നഷ്ടമാക്കിയെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടു. അതേസമയം ഗാസയുടെ തെക്കും വടക്കും വിവിധയിടങ്ങളിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുകയാണ്. ഇന്നലെ ഗാസ സിറ്റിയിലെ ഷേജയ ജില്ലയിൽ ഒരു ലഫ്റ്റനന്റ് കേണൽ അടക്കം 10 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു. കരയുദ്ധം തുടങ്ങിയ ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഇതോടെ 114ആയി. ഗാസയിലെങ്ങും കനത്ത ബോംബാക്രമണം തുടർന്നു. 18 ലക്ഷത്തോളം പേർക്ക് വീട് നഷ്ടമായ ഗാസയിൽ മഴക്കാലം തുടങ്ങിയത് ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി. ടെന്റുകൾ വെള്ളത്തിൽ മുങ്ങി. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതിനകം 18,608 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് നഗരമധ്യത്തിലെത്തിയ ഇസ്രായേൽ സേനയ്ക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്നു. ഹമാസ് നേതാവ് യഹിയ അൽ സിൻവാറിന്റെ കുടുംബ വീടിനോട് ചേർന്നുള്ള റോഡ് ഇസ്രായേൽ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിച്ചു. 193 അംഗ UN പൊതുസഭയിൽ വെടിനിർത്തൽ പ്രമേയത്തെ 153 രാജ്യങ്ങളാണ് പിന്തുണച്ചത്. 10 രാജ്യങ്ങൾ എതിർത്തു. 23 രാജ്യങ്ങൾ വിട്ടുനിന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ സമാന പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു. അന്ന് പ്രമേയത്തെ 120 രാജ്യങ്ങളാണ് പിന്തുണച്ചത്. ഇന്നലെ കരടു പ്രമേയത്തിൽ ഹമാസിനെ അപലപിക്കുന്ന വാക്യം കൂട്ടിച്ചേർക്കാനായി US കൊണ്ടുവന്ന ഭേദഗതി വോട്ടിനിട്ട് തള്ളി. ഭേദഗതിയെ ഇന്ത്യ അനുകൂലിച്ചു. ഇസ്രായേലിന് ഇപ്പോഴും USന്റെയും യൂറോപ്യൻ യൂണിയന്റെ അടക്കം പിന്തുണയുണ്ടെങ്കിലും ഗാസയിലെ ജനങ്ങൾക്കുമേൽ ബോംബിടുന്നത് രാജ്യാന്തര പിന്തുണ നഷ്ടമാക്കി എന്ന വാഷിംഗ്ടണിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് ബൈഡൻ പറഞ്ഞത്. തീവ്ര നിലപാടുള്ള സർക്കാരിനെ നെതന്യാഹു മാറ്റണമെന്നും അന്തിമമായി സ്വതന്ത്ര പലസ്തീന് എതിര് നിൽക്കാൻ ഇസ്രായേലിനാകില്ലെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടി. യുദ്ധാന്തര ഗാസയെ സംബന്ധിച്ച US നിലപാടിനോട് യോജിക്കുന്നില്ലെന്ന് നെതന്യാഹു പ്രതികരിച്ചു. അധിനിവേശ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റിക്ക് ഗാസയുടെ ഭരണം കൈമാറണമെന്നാണ് US നിലപാട്. അടിയന്തര വെടിനിർത്തലിന് ഫ്രാൻസിസ് മാർപ്പാപ്പയും ആഹ്വാനം ചെയ്തു. ജനാരോഗ്യ ദുരന്തമാണ് ഗാസ അഭിമുഖീകരിക്കുന്നതെന്ന് UN ദുരിതാശ്വാസ വിഭാഗം ഓഫീസ് പറഞ്ഞു. ഗാസയിലെ 36 ആശുപത്രികളിൽ 11 എണ്ണം മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത്. അതേസമയം ഗാസയിൽ പ്രവേശിച്ച ഇസ്രായേൽ സൈന്യം ജനങ്ങൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തായി. വീടുകളിൽ കടന്നുകയറി വീട്ടുസാധനങ്ങൾ വലിച്ചുവാരിയിടുന്നത്, കടകളിൽ കളിപ്പാട്ടങ്ങൾ നശിപ്പിക്കുന്നത്, വംശീയ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സൈനികർ നൃത്തം ചെയ്യുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. സൈനികർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിലിട്ടത്. അതേസമയം ഗാസയിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച US പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയിരുന്നു. വകതിരിവില്ലാതെ ബോംബാക്രമണം നടത്തുന്നതിലൂടെ ഇസ്രായേലിന് ആഗോള പിന്തുണ നഷ്ടപ്പെടുമെന്ന് ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി. ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിന് പിന്തുണ കുറയുന്നതായി ബൈഡൻ ചൂണ്ടിക്കാട്ടി. നേരത്തെ ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നതിൽ പിന്തുണയുമായി US രംഗത്ത് വന്നിരുന്നു. ഹമാസിന് തിരിച്ചടി നൽകുന്നതിൽ തെറ്റില്ല. എന്നാൽ പലസ്തീനിലെ നിരപരാധികളെ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. നിലവിലെ സംഭവ വികാസങ്ങളെ രണ്ടാം ലോക യുദ്ധകാലത്തെ സഖ്യങ്ങളുമായി ഇസ്രായേൽ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇനിയും അത്തരമൊരു യുദ്ധം സംഭവിക്കാതിരിക്കാനാണ് രാജ്യാന്തര സംഘടനകൾ സ്ഥാപിച്ചിരിക്കുന്നത്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം US തെറ്റുകൾ ചെയ്തു. നെതന്യാഹു നല്ല സുഹൃത്താണ്, എന്നാൽ അദ്ദേഹം ഇപ്പോഴത്തെ സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നും ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 18,400-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. ഇതിൽ ഭൂരിഭാഗവും സാധാരണ പൗരരാണ്. ബോംബ് ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കൊല്ലപ്പെടുന്നതിൽ നിരവധി രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള UN പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനുകൂലിച്ചു. പ്രമേയത്തെ US എതിർത്തു. ഇതിനു പിന്നാലെയാണ് ബൈഡൻ ഇസ്രായേൽ സൈനിക നടപടിയെ വിമർശിച്ച് രംഗത്തു വന്നത്.